Hello, Assalamu alaikum. Once again, welcome back to Hasna's Henna Hut. ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ച് ഹോം ഡെക്കേഴ്സ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കംപ്ലീറ്റ് വേസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് കൂട്ടുകാർ ട്രൈ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളും അയച്ചു തരിക നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് എൻ്റെ ഇൻസ്റ്റാ വഴിയോ ഫേസ്ബുക്ക് വഴിയോ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. നമ്മൾ ആദ്യം ഒരു പാനലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഹോം സ്വീറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പുറത്തൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പാനലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് പറിച്ചെടുത്തപ്പോൾ നമുക്കിതുപോലെ സ്ട്രൈപ്സ് ആയിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു കത്തി നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തപ്പോൾ 2 പീസായിട്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അതിൽ ഒന്ന് നമ്മൾ മുന്നേ ഒരു വാൾ ഹാങ്ങിങ് ചെയ്തപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഇതുപോലൊരു A4 ഷീറ്റിൽ ഹോം സ്വീറ്റ് ഹോം എന്നുള്ളത് നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കാർഡ്ബോർഡ് പീസ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളറാണ് വേണ്ടത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബ്രൗൺ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡ് പീസ് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പ്ലൈവുഡൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒരു ഷൈനി ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രോൺസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാർഡ്ബോർഡ് പീസിൽ ഇതുപോലെ ലൈൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് വേറെ തന്നെ ഒരു ലെയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിൽ വൈറ്റും യൂസ് ചെയ്യാം. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ A4 ഷീറ്റിൽ എഴുതി വെച്ചതാണ്. അത് ഞാനൊരു കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലത്തെ ഒരു ത്രെഡാണ്. അത് നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് എടുത്തിട്ട് ആ ഒരു സൈസിൽ ബാക്കി കുറച്ച് ലെയേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് ഒരു 3-4 ലെയർ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ടോപ്പിൽ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള നമ്മളെ ത്രെഡ് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ആൽഫബറ്റും നമുക്ക് ഇതുപോലൊരു ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാം. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിലിനടിച്ച സെയിം കളർ പെയിൻ്റാണ് ഓരോ ആൽഫബറ്റ്സും പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പ്ലൈവുഡിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഡോർബെല്ലിൻ്റെ അവിടെയൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു വാൾ ഡെക്കറാണിത്. അപ്പോൾ ഞാൻ അതിൽ വെച്ചേക്കുന്നത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഏലക്കായ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫ്ലവറാണ് അതിലേക്ക് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഹോം ഡെക്കറിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ഇതുപോലത്തെ പെയിൻറ്റിൻ്റെ ബോട്ടിൽസാണ്, കാലിയായിട്ടുള്ള പെയിൻറ്റിൻ്റെ ബോട്ടിൽസ്. അപ്പോൾ അത് ഞാൻ കുറച്ച് സമയം സോപ്പിൻ്റെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചപ്പോൾ അതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ടേപ്പ് ഞാൻ ചെറിയ ചെറിയ ഇതുപോലത്തെ സ്ട്രിപ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ഇതിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 വെച്ചിട്ടാണ് ഓരോ ബോട്ടിലിനും യൂസ് ചെയ്തേക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് കുറച്ച് മേലേക്കായിട്ട് നമുക്ക് ഈ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി
നമ്മൾ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഫെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഞാനിവിടെ ഗോൾഡൻ ഗ്ലിറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ഫെവിക്കോളിൻ്റെ മേലേക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗോൾഡ് മാത്രമല്ല സിൽവറും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഗ്ലിറ്റർ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലിറ്റർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലിറ്റർ വെച്ചിട്ട് ചെയ്യാം. ഗ്ലിറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പെയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു ഡിസൈൻ, ഈ ബോട്ടിൽ ചെറിയൊരു ഡിസൈൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ടേപ്പ് നമ്മൾ അഴിച്ചു മാറ്റിയപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ബോട്ടിൽസ് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 സിൽവറും ഗോൾഡനും ഗ്ലിറ്റേഴ്സാണ് യൂസ് ചെയ്തത്. അപ്പോൾ 2 ബോട്ടിൽസ് ഞാൻ സിൽവറും ഗോൾഡും മിക്സ് ചെയ്തിട്ടുണ്ട്. 2 ബോട്ടിൽ ഞാൻ ഗോൾഡൻ ചെയ്തിട്ടുണ്ട്. 1 ബോട്ടിൽ മാത്രമാണ് സിൽവർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഞാനിവിടെ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ മുറ്റത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുക്കുക. ഞാനതിൻ്റെ മേലെ ബ്രൗൺ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രൗണ് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് ചെയ്യാതെയും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേറൊരു ലുക്കാണ്. അപ്പോൾ ഞാനിവിടെ എന്തായാലും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ബോട്ടിൽസ് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ബോട്ടിലും ഓരോ ലെങ്ത്തിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബോട്ടിലും നമ്മൾ ഇതുപോലെ ത്രെഡ് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. സ്റ്റിക്കിൻ്റെ മേലെ ഓരോ ബോട്ടിലും വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലൊരു നോട്ട് ഓരോ ബോട്ടിലിൻ്റെ ത്രെഡിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ചെറുത് വലുതായിട്ട് നമുക്ക് സ്റ്റിക്കിൻ്റെ മേലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ആ സ്റ്റിക്കിൻ്റെ മേലെയും ഞാനൊരു കയറ് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴല്ലേ നമുക്കിത് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ 3rd ഹോം ഡെക്കർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയൊരു ക്യാൻവാസ് ബോർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 എണ്ണം ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ 2 കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ബ്ലൂവും യെല്ലോവും. അപ്പോൾ ആദ്യം നമുക്ക് ബ്ലൂ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ക്യാൻവാസ് ബോർഡ് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് കാർഡ് ബോർഡിൽ ഒരു വൈറ്റ് ചാർട്ടോ അല്ലെങ്കിൽ ഒരു വൈറ്റ് A4 ഷീറ്റോ വെച്ചിട്ട് കവർ ചെയ്തിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കാർഡ് ബോർഡും യൂസ് ചെയ്യാം കേട്ടോ. പെയിൻറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഉണ്ടെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി കളർ പേപ്പർ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 കളർ പേപ്പർ വേണ്ടി വരും. ബാക്കിയുള്ള 2 ക്യാൻവാസിലും സെയിം ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് യെല്ലോ യൂസ് ചെയ്തിട്ട് ഈ ഉണ്ടാക്കിയ ഡിസൈനേക്കാളും കുറച്ച് ചെറിയൊരു ഡിസൈൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഈ ബ്ലൂവിൻ്റെ മേലെയായിട്ട്. അപ്പോൾ നിങ്ങൾ കളർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ബ്ലൂവിനേക്കാളും കുറച്ച് ചെറിയൊരു പീസായിരിക്കണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്ന പേപ്പർ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാൾ ഡെക്കർ ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ട് ഇത് നമ്മുടെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാൾ ഡെക്കർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു ഹോം ഡെക്കേഴ്സൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വാഴയില വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ പോയിട്ട് കാണാം. വേറൊരു ഹോം ഡെക്കർ നമ്മളിത് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായത് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഏലക്കായുടെ തൊലി വെച്ചിട്ടുണ്ടാക്കിയതായിരുന്നു. അപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണാത്തവർ എന്തായാലും പോയിട്ട് കാണാം. പിന്നെ അടുത്തൊരു ഹോം ഡെക്കർ നമ്മളിത് മുൻപ് ചെയ്തൊരു വീഡിയോ ആണ്. അരി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയേക്കുന്നത്. അതും ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഷോക്കേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വേറൊരു ഹോം ഡെക്കർ എന്ന് പറയുന്നത് ഒരു മോഡേൺ പോട്ട് പോലെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. ഇതും മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായതാണ്. ഇത് നമ്മൾ പ്ലാസ്റ്റർ പാരീസ് വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായ ഒരു ഫാൻസി പോട്ടാണ്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഐസ്ക്രീമിൻ്റെ ഡബ്ബ വെച്ചിട്ടുണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നല്ല ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കുറച്ച് കൂട്ടുകാരുടെ ക്രിയേറ്റീവ് വർക്ക്സും കൂടി ഇതിലിടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കൂത്തുപറമ്പിൽ നിന്ന് ഷിക എന്ന് പറയുന്ന
4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി അയച്ചതാണ്. ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ശ്രീകണ്ഠാപുരത്ത് നിന്ന് ആര്യ എന്ന് പറയുന്നൊരു കുട്ടി ചെയ്തൊരു പെയിൻറ്റിംഗ് ആണ്. ശരിക്കും ഒരു ഫെയറി ടെയിൽ തന്നെ തീർത്തിട്ടുണ്ട് വോളിൽ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ചെയ്തത്. ഇത് പഴയങ്ങാടിയിൽ നിന്ന് ഫാത്തിമ എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടാക്കി അയച്ചതാണ്. അപ്പോൾ ശരിക്കും ക്ഷമ വേണ്ട ഒരു പണി തന്നെയാണ് ഇതുപോലെ പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ടുണ്ട് വർക്ക്. ഇതുപോലത്തെ ക്രിയേറ്റീവ് ഐഡിയാസ് ഒത്തിരി നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങളും എൻ്റെ ഇൻസ്റ്റഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ നിങ്ങൾ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് എനിക്ക് അയച്ചു തരിക. ഇതുപോലെ ഞാൻ എൻ്റെ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.